പക്ഷേ ഗണേഷ് കുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചില സംശയങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ നമ്മളെ തേടി എത്തുന്നുണ്ട്. അതിന്റെ കൃത്യത നമ്മളിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഇതുമായി ബന്ധം പ്രേക്ഷകർ ഉണ്ടായിക്കോട്ടെ, നമ്മളിത് പറയുന്നില്ല ഇതിൽ ബന്ധമുണ്ടോ ഇല്ലേ എന്ന്. പക്ഷേ ഈ ഷെറിൻ എന്ന് പറയുന്ന ഒരാളുടെ മനുഷ്യനറിയാലോ, കാരണവർ കേസിലെ പ്രതിയായിരുന്ന ഷെറിന് നല്ല നടപ്പിന്റെ പേരിൽ സർക്കാർ ഇളവ് അനുവദിച്ച് ഗവർണറുടെ ഇതോടുകൂടി അംഗീകാരത്തോടുകൂടി പുറത്തിറങ്ങിയിരിക്കുകയാണ് ഷെറിൻ. 2009 ഭാസ്കര കാരണവർ മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരുമകളാണ് ഈ ഷെറിൻ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിന് സമീപത്തെ ചെറിയനാട് പ്രദേശത്താണ് ഈ സ്ഥലം ഉള്ളത്. അന്ന് 2010 ജൂൺ 11 മാവേലിക്കര ഫസ്റ്റ് ക്ലാസ് കോടതി ഇവർക്ക് 14 വർഷം തടവ് ശിക്ഷിച്ചു. അത് ഹൈക്കോടതി ശരിവെച്ചു. പിന്നീട് നല്ല നടപ്പിന്, അതായത് ഏത് തരത്തിലാണെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ, നല്ല നടപ്പിന് അവരെ സർക്കാർ ഇളവിൽ അവര് ജയിൽ മോചിതയായി. ഇപ്പോ ഈ പത്തനാപുരം വഴിയൊക്കെ ഈ ഭാസ്കര കാരണവർ കറങ്ങി നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതിന്റെ ചില ഫോട്ടോകളും വിവരങ്ങളും ഒക്കെ മന്ത്രിയുടെ ഭാര്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ സംശയമാണ്. ഇല്ല എങ്കിൽ അത് തെളിയിക്കേണ്ടത് അവരാണ്. തീർച്ചയായിട്ടും ഇപ്പൊ കേട്ടിടത്തോളം വാർത്ത വെച്ചിട്ട് ഗണേഷ് കുമാറിനെതിരെ ഇത്തരം പരാതികൾ മുമ്പും വന്നിട്ടുണ്ട്, പുതിയതല്ല. മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ 5000 കാമുകിമാരുള്ള ഒരാളാണ് ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കേസ് രാഷ്ട്രീയമല്ല എന്ന് വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഈ സംശയിക്കപ്പെടുന്ന ക്രൈം ഉണ്ടല്ലോ, അത് കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈമാണ്. നേരത്തെ തന്നെ കാരണവർ വധക്കേസിലെ പ്രതിയായ ഷെറിനെ വഴിവിട്ട് പരോള് കൊടുക്കുമായിരുന്നു അവർക്ക്. പരോളിൽ അവരെവിടെയാണ് കഴിഞ്ഞിരുന്നത്? ആരായിരുന്നു അവരെ ആ പരോള് കാലത്ത് സംരക്ഷിച്ചിരുന്നത്? 1. 2, ആ കേസ് ഇല്ലാതാക്കി തീർക്കാൻ നിയമ സംവിധാനത്തെ മുഴുവൻ ദുരുപയോഗപ്പെടുത്തിയത് ആരാണ്? 3, പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരെ വിട്ടയക്കാൻ, നല്ല നടപ്പിന് ശിക്ഷിക്കാൻ, നല്ല നടപ്പിന് വിധിച്ചുകൊണ്ട് അവരെ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ പിണറായി വിജയൻ ഗവൺമെന്റ് കാണിച്ച ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈമാണത്. അത് അന്ന് തന്നെ ചർച്ചയ്ക്ക് വന്നതാണ്. ഈ കേസിലെ പ്രതിയായ ഷെറിനെ സംരക്ഷിക്കുന്നതും ആ കേസ് തേച്ചുമാച്ച് കളയാൻ ശ്രമിക്കുന്നതും ഗണേഷ് കുമാറാണെന്ന ആരോപണം എന്നും വന്നതാണ്. ഇനി ഒരു പക്ഷേ ഇവർ കലഹിച്ചത്, ഇപ്പോ ഗണേഷ് കുമാറിന്റെ പുതിയ ഭാര്യ നിരന്തരമായി കലഹിച്ചത് ഇവരെ ചൊല്ലി ആയിരുന്നെങ്കിൽ ആണോ അല്ലേന്ന് അവർ പറയുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ ഇപ്പോ നമുക്ക് അങ്ങേയറ്റം ദുരൂഹമായി തോന്നുന്നത് ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ബിന്ദു മേനോന്റെ നിലപാടാണ്. അവരെന്തിനാണ് 24 മണിക്കൂർ കൊണ്ട് മലക്കം മറിഞ്ഞ് എല്ലാ പരാതിയും പിൻവലിച്ച് ഏതാണ്ട് കീഴ്പ്പെടുന്നത്? എന്തിനാണ്? ഒത്തുതീർപ്പിലേക്ക് പരാതിയില്ല എന്ന് അവർ ആവർത്തിച്ച് പറയുന്നത് ഭയന്നിട്ടാണോ അതോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളാണോ? ഇനി ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ കൊട്ടാരക്കരയിൽ നിന്നൊക്കെ വരുന്ന റൂമറുകൾ എന്ന് നമുക്കിപ്പോ അങ്ങനെ വിളിക്കാം. കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന വീശി വരുന്ന കാറ്റിൽ പോലും ഈ റൂമർ ഉണ്ടെങ്കിൽ, കാരണവർ വധക്കേസിലെ ഷെറിൻ എന്ന പ്രതിയും KB ഗണേഷ് കുമാർ എന്ന മന്ത്രിയും തമ്മിൽ നേരത്തെ തന്നെ അത്തരം അപവാദങ്ങളോ അത്തരം കഥകളോ അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടായിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഗണേഷ് കുമാറിന്റെ പേരിൽ രാഷ്ട്രീയമായി തന്നെ, ഒന്നാമത്തെ അത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഒരു കൊടിയ കുറ്റവാളിയെ രക്ഷിച്ചെടുക്കാൻ താല്പര്യം കാണിച്ചു. 2, അതിന്റെ പേരിൽ ഭരണ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തി. 3, ആ കൊടിയ കുറ്റവാളിയുമായിട്ടാണ് കുറ്റവാളിയുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പോ ഒരു റിലേഷനോ എന്ന് പറഞ്ഞ അവിഹിതമായ ബന്ധമോ ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ആ വലിയ ഒരു കൊലപാതകത്തിന്, വലിയൊരു കൊലപാതക കുറ്റത്തെ പോലും ഇയാൾ വെളുപ്പിച്ചെടുത്തത് എന്നല്ലേ ഇതിനർത്ഥം? അങ്ങനെയാണെങ്കിൽ, കേൾക്കുന്നത് ശരിയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയാനുള്ള സൂചനകൾ നമുക്ക് കിട്ടിയെങ്കിൽ ആരൊക്കെയോ ഇത്തരം സൂചനകൾ കണ്ടിട്ടുണ്ടാവുന്നല്ലേ ഇതിന്റെ അർത്ഥം? അതെ, തീർച്ചയായിട്ടും. അപ്പോ അവരാണ് ഇനി വെളിപ്പെടുത്തേണ്ടത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കേരള ഗവൺമെന്റ് ഇപ്പൊ അടിയന്തരമായി ചെയ്യേണ്ടത്, ഇവരുടെ ഈ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന കുന്ത്രാണ്ടം എന്തിനാണ് എന്നാലോചിച്ച് നോക്കൂ. ഇന്റലിജൻസ് ആരെങ്കിലും സ്വകാര്യമായിട്ട് കിടപ്പറയിൽ നുഴഞ്ഞു കയറണം നമ്മൾ പറയില്ല. നമ്മൾ ആവർത്തിച്ച് പറയുന്നു, ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിനോടൊപ്പമാണ് നമ്മൾ.
അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാറിന്റെ സമ്മർദ്ദത്തിന് പുറത്തായിരിക്കില്ലേ മാഷെ ഒരു പക്ഷേ ഈ ഒരു കേസിൽ സർക്കാർ പിന്നെ നല്ല നടപ്പിനായിട്ട് ഈ ഷെറിനെ പുറത്തു വിടാനുള്ള ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായത് ഗണേഷ് കുമാറിന്റെ കൂടി ഒരു സമ്മർദ്ദത്തിന് പുറത്തായിരിക്കും. മാത്രമല്ല ആണ്, യാതൊരു സംശയവുമില്ല, അങ്ങനെ ആയിരിക്കണം. തീർച്ചയായിട്ടും എല്ലാ സാധ്യതയുണ്ട്. മാത്രമല്ല അന്ന് തന്നെ അത്തരം വാർത്തകൾ വന്നതാണ്. ആരാണ് ഷെറിനെ പുറത്തിറക്കിയത്, ആരാണ് ഷെറിന്റെ പിന്നിൽ, ആരാണ് ഷെറിന്റെ ഗോഡ് ഫാദർ, ആരാണ് ഷെറിനെ സംരക്ഷിക്കുന്നത്, ഷെറിൻ ആരോടൊപ്പമാണ് പോയത്, വന്നത്, പരോളിൽ കഴിഞ്ഞത് ഒക്കെ തുടങ്ങിയ വാർത്തകൾ അന്നേ ഉണ്ടായിരുന്നതാണ്. അന്വേഷിച്ചില്ല. ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ഒരു ക്രിമിനലുമായിട്ട് ബന്ധമുണ്ടായത് എന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗണേഷ് ഇത് വ്യക്തിപരമല്ല, ഇതൊരു കൊടിയ കുറ്റവാളിയുമായുള്ള ബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ആ കുറ്റവാളിയുമായിട്ടുള്ള ബന്ധം തടവിൽ കഴിഞ്ഞൊരു പ്രതിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ബന്ധമാണോ, അതല്ല നേരത്തെ ഉണ്ടോ? നേരത്തെ ഉണ്ടെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്യുന്ന കാലത്തും ഗണേഷ് കുമാറിന് പങ്കുണ്ടോ? ഒരുപാട് ചോദ്യങ്ങൾ വരില്ലേ? തീർച്ചയായിട്ടും വരുമല്ലോ. അപ്പൊ ആ ചോദ്യങ്ങൾ ഇപ്പോ മുഖ്യമന്ത്രി നടപടിയെടുക്കും എന്ന് പറയുന്നത് ഗണേഷ് കുമാറിനെ ഈ നിയമസഭയുടെ കാലാവധി തീരുന്നതിന്റെ 4 ദിവസം മുമ്പ് പുറത്താക്കണോ വേണ്ടേ എന്നല്ല ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള, ജനങ്ങൾ അറിയാൻ നിർബന്ധമായും അറിയേണ്ടതായ ഒരു കുറ്റകൃത്യം അതിനകത്തുണ്ടെങ്കിൽ ഈ ഇന്റലിജൻസിന്റെ വകുപ്പാണല്ലോ, ഇന്റലിജൻസിന്റെ മേധാവിയാണല്ലോ മുഖ്യമന്ത്രി. ഇന്റലിജൻസിന് ഓർഡർ കൊടുക്കേണ്ടത് ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് പരാതി ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഗണേഷ് കുമാറിന്റെ കൂടെ ആ വീട്ടിൽ അന്ന് വന്നത് ആരാണ്, കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നൊക്കെ ഇവര് പറയുന്നതിൽ ഞാൻ എന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണെങ്കിൽ അത് എന്നാവണമല്ലോ. കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നൊരു ഭാര്യ, മറ്റേത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞൂടെ, എന്റെ ഭർത്താവിന്റെ ഒരു പരസ്ത്രീ ബന്ധം ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ സിമ്പിളാണല്ലോ. കാണാൻ പാടില്ലാത്ത വിധം ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ, കാണാൻ പാടില്ലാത്ത എന്റെ ഭർത്താവിനെ പോലെ ഒരാളുടെ കൂടെ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു പെണ്ണിനെ കണ്ടു എന്നുകൂടിയാണെങ്കിലും മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്, ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അന്വേഷണത്തിന് 24 മണിക്കൂർ കൊണ്ട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഗണേഷ് കുമാറിന്റെ കൂടെ ആരാണ്, ഈ വാളകം വീടല്ലേ പറയാം, വാളകം വീട്ടിൽ അന്ന് ആരാണ് ആ ഭാര്യ അവിടെ വന്ന് കയറുമ്പോ ഒരു പക്ഷേ ഗണേഷ് കുമാറിന്റെ സ്റ്റാഫ് തന്നെ വിവരം കൊടുത്തിട്ടാണ് വന്നു ചേർന്നതെങ്കിൽ അവരെ കൂടി പ്രകോപിപ്പിക്കാൻ മാത്രമുള്ള ഒരു പക്ഷേ മന്ത്രിയുടെ ഭാവി കൂടി അപകടത്തിലാകുമെന്ന് അവർക്ക് കൂടി തോന്നിയത് കൊണ്ടാവണമല്ലോ ഇത് അവസാനിപ്പിക്കണമെന്ന് അവർക്ക് തോന്നിയത്. അതുകൊണ്ടാവണമല്ലോ ഭാര്യയെ വിളിച്ചു പറഞ്ഞത്. അത്തരത്തിൽ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയമായും നിയമപരമായും ഒരു കുറ്റവാളിയായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകമാണ് ഈ സൂചനയിലൂടെ പുറത്തു വരുന്നത്. അതാണ് അടിയന്തരമായിട്ട് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കാനാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തയ്യാറാകേണ്ടത്. എന്നിട്ട് വേണം ഗണേഷ് കുമാറിന്റെ പേരിൽ നടപടിയെടുക്കാൻ. ഈ 2009 ഭാസ്കര കാർണവർ കേസ് എന്ന് പറയുന്നത് നിസ്സാര കേസല്ല മാഷെ. 65 വയസ്സായ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ മകന്റെ പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയെ വിവാഹം കഴിച്ച് ആ മകന് കൊടുക്കുന്നു. പിന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഈ സ്ത്രീയുടെ കുറെ കള്ളത്തരങ്ങൾ പിടിക്കുമ്പോൾ നാട്ടിലേക്ക് വിടുന്നു. പിന്നീട് അവിടെ എല്ലാം മതിയാക്കി ഈ ഭാസ്കര കാർണവർ നാട്ടിലേക്ക് വരുന്ന സമയത്താണ് ഇവരുടെ കുറെ കാമുകന്മാരെയൊക്കെ ചേർത്ത് നിർത്തി വളരെ മൃഗീയമായി ക്രൂരമായി ആ വൃദ്ധ മനുഷ്യനെ കൊലപ്പെടുത്തുന്നത്. ആദ്യം ഇത് മോഷണ കേസ് എന്ന് പറഞ്ഞു. പിന്നീടാണ് ഇത് പിന്നെ ഈ പ്രതിയിലേക്കൊക്കെ പോലീസ് എത്തുന്നതും ഇവരുടെ പിന്നെ മൊഴിയിലൊക്കെ വൈരുദ്ധ്യം കണ്ടിട്ട് പോലീസ് അത് കൃത്യമായി മനസ്സിലാക്കുന്നതും ഒക്കെ. അന്ന് മുതൽ ഇവർ ഈ ജയിലിൽ കയറിയ സമയം മുതൽ ഇവരോടൊപ്പം ജയിലിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞതാണ്, ഇവര് ലിപ്സ്റ്റിക് ഇട്ട് മേക്കപ്പ് ചെയ്ത് വളരെ സുന്ദരിയായിട്ടാണ് ജയിലിനകത്ത് ഇവർ നടന്നിരുന്നത്. ഇതിനൊക്കെ ഉള്ള അനുമതി ആരാണ് ഷെറിന് നൽകി? അപ്പൊ ഷെറിന് അതിൻ്റെ അകത്ത് നല്ല പിടിപാടുണ്ടായിരുന്നു എന്നുള്ള ഉന്നത നേതാക്കളുമായി ഉദ്യോഗസ്ഥരുമായും ഒക്കെ അവർക്ക് പിടിപാടുണ്ട്. മൊബൈൽ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും അതിക്രൂരമായ കൊലപാതകം നടത്തി ഒരു പ്രതിക്ക് ഇത്രയും വലിയ സൗകര്യങ്ങൾ ജയിലിനകത്ത് ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് സംസ്ഥാന സർക്കാരിൽ ഇപ്പോ എന്തും വിളിച്ചു പറയുന്ന നിലപാടുള്ള നട്ടലുള്ള ആളാണ് ഗണേഷ് കുമാർ എന്ന് പറയുമ്പോഴും അത്തരത്തിൽ കരുത്തനായ ഒരു നേതാവിന്റെ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും അവര് ഈ ഷെറിന്റെ കഥ കാരണവർ കേസിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ വളരെ നീണ്ട ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് ഉണ്ട് അവർക്ക്. അങ്ങനെ ഒരു കേസാണ്. അപ്പോ അവരുമായിട്ടാണ് ഗണേഷ് കുമാറിന്റെ ബന്ധമെങ്കിൽ ഗണേഷ് കുമാറിനെ ഗുരുതരമായി ചർച്ച ചെയ്യേണ്ടത്. ഗണേഷ് കുമാറിനോട് ഇപ്പൊ ചോദിക്കേണ്ട ചോദ്യം, നിങ്ങൾ 5000 പേരോടോ 10000 പേരെയോ പ്രണയിച്ചോളൂ, ആ കൂട്ടത്തിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു കൊടിയ ക്രിമിനൽ കുറ്റവാളി നിങ്ങളുടെ കാമുകിയാണോ അല്ലയോ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ട് കേരളീയ സമൂഹത്തോട് സത്യം പറഞ്ഞിട്ട് അതിന്റെ പേരിലാണ് ഞാൻ ഗണേഷ് കുമാറിന്റെ പേരിൽ നടപടിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ
പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് വിലയുണ്ട്. അതിനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. അല്ലാത്ത പക്ഷം എന്താണെന്നറിയോ, അല്ലെങ്കിൽ തോൽക്കും. പണ്ടേ ദുർബല പിന്നെയോ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ സ്വാഭാവികമായി തോൽക്കാൻ പോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് ആ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും പിടിപ്പുകേട് കൊണ്ടും അഴിമതി കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും ധിക്കാരം കൊണ്ടും തോൽക്കാൻ പോകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഈ പാവം ഗണേഷ് കുമാറിന്റെ തലയിലിട്ട് കൊടുക്കുന്നതിന് പകരം ഗണേഷ് കുമാറിന്റെ പേരിൽ ന്യായമായ കാരണത്തിന് നടപടിയെടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പിണറായി വിജയൻ കഴിഞ്ഞാൽ അത് ഈ ഇലക്ഷന് ഗുണം ചെയ്യും. അതാണ് ഇപ്പോ എടുക്കേണ്ട ഒരു തീരുമാനം. അല്ലെങ്കിൽ ജനങ്ങളോട് പറയട്ടെ, കൊട്ടാരക്കാരക്കാര് പറഞ്ഞുണ്ടാക്കിയ ഒരു അപവാദം മാത്രമാണ്, അത് ശരിയല്ല, ആ സ്ത്രീ ആയിരുന്നില്ല, ഈ സ്ത്രീ ആയിരുന്നു എന്ന് പറയട്ടെ. അപ്പൊ ഗണേഷ് കുമാർ എന്നാൽ ഇനി ഗണേഷ് കുമാർ 5000 കാമുകിമാരുടെ ലിസ്റ്റ് പറയുമ്പോ ഇന്നലെ എന്റെ കൂടെ കിടന്നത് ആരായിരുന്നു എന്ന് കൂടി പറഞ്ഞോട്ടെ ജനങ്ങളോട്. അങ്ങനെയാവാമല്ലോ. ആർജവം ഗണേഷ് കുമാറും കാണിക്കട്ടെ. അല്ലാത്ത കാലത്തോളം ഇത് ഗണേഷ് കുമാറിന്റെ, ഇപ്പോ ഗണേഷ് കുമാറിനെ നമ്മൾ സ്വകാര്യതയുടെ പേരിൽ പിന്തുണക്കുമ്പോഴും ഗണേഷ് കുമാറിനെ ഒരു കൊടിയ ക്രിമിനൽ കുറ്റവാളിയുടെ കാമുകൻ എന്ന നിലയിൽ പിടിക്കപ്പെടുന്നത് രാഷ്ട്രീയമായും നിയമപരമായും സാമൂഹ്യമായും ധാർമ്മികമായും അങ്ങേയറ്റം തെറ്റാണ്. ആ കൊടിയ കുറ്റകൃത്യത്തിന് പിണറായി വിജയൻ ഗവൺമെന്റ് കൂട്ടുനിൽക്കുമോ ഇല്ലയോ എന്നാണ് ഇനിയുള്ള മണിക്കൂറുകൾ നമുക്കറിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.